നമുക്കിന്ന് നല്ല ടേസ്റ്റുള്ള തായ് ഗ്രീൻ കറി ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. നിങ്ങൾക്ക് മഷ്റൂമോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ബ്രൊക്കോളി, സുക്കിനി, എഗ് പ്ലാന്റ്, ബെൽ പെപ്പേഴ്സ് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിലിൽ ബ്രൊക്കോളിയും സുക്കിനിയും ബേബി കോണും എഗ് പ്ലാന്റ് ഒക്കെ ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ബെൽ പെപ്പേഴ്സ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ബോക് ചോയുടെ സ്റ്റെം ആഡ് ചെയ്ത് കൊടുക്കാം. ലീവ്സ് ഞാൻ പിന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇതിന് പാക്ക് ചോയ് എന്നും പറയും. നമുക്കിതിൻ്റെ സ്റ്റെം ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിതിലേക്ക് തായ് ഗ്രീൻ കറി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ സിയാം എന്നുള്ളൊരു കമ്പനിയുടെ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. തായ് ഗ്രീൻ കറി പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പോലെ തന്നെ ബോട്ടിലിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സിംഗിൾ യൂസ് ആയിട്ടുള്ള പൗച്ചായിട്ടും അവൈലബിൾ ആണ് കേട്ടോ. പിന്നീട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പേസ്റ്റ് എല്ലാം നന്നായിട്ട് കോട്ടായതിന് ശേഷം നമ്മൾ കോക്കനട്ട് മിൽക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബോക് ചോയുടെ ലീവ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. സിമ്മിലിട്ടിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിക്കുക കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ പാം ഷുഗർ നമ്മുടെ ആവശ്യത്തിനുള്ള അളവനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിഷ് സോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നീട് ഞാനിതിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ചില്ലി സ്പ്ലിറ്റ് ചെയ്തതും ചോപ്ഡ് ആയിട്ടുള്ള ജിഞ്ചറുമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിതിലേക്ക് തായ് ബേസിൽ ലീഫ് ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. അതും ഇതുപോലെ തന്നെ ഗാർണിഷിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാഫിർ ലൈം ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. ഇത് തായ് ജാസ്മിൻ റൈസിൻ്റെ കൂടെയാണ് കോമ്പിനേഷൻ, പക്ഷേ നമ്മുടെ വൈറ്റ് റൈസിൻ്റെ കൂടെയും ചേരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ.